നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. ജലരേഖയായ പാക്കേജ്, കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. പുരുഷോത്തമൻ. പണി തുടങ്ങും മുമ്പേ പാലം വലി. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽ കൈനഗിരി പമ്പയാറിന് കുറുകെയുള്ള പാലം എന്ന സ്വപ്നം അട്ടിമറിക്കപ്പെട്ടുവെന്ന് കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ. നേരറിയാൻ CBI. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പൂച്ച പാല് കുടിക്കുന്നത് പോലെയാണ് റേഷൻ കടകളുടെ പ്രവർത്തനം. റേഷൻ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള കോൺഗ്രസ് നേതാവ് നൈനാൻ തോമസ്. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T. പുരുഷോത്തമൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU AITUCയുടെ നേതൃത്വത്തിൽ പാക്കേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട തണ്ണീർമുക്ക ഫണ്ടിന്റെ നവീകരണ പ്രക്രിയ അതിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തണ്ണീർമുക്കത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനം വന്നത് കുട്ടനാട് പാക്കേജ് നടപ്പിലാകുന്നതിന് കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കാതെ സമ്മതിക്കില്ല. ആ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൃഷിമന്ത്രിയുടെ പ്രഖ്യാപനമാണോ ശരി, ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനമാണോ ശരി, കുട്ടനാട് പാക്കേജിന്റെ സിംഹഭാഗവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് എന്നതുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം അതായിരിക്കും നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടനാട് പാക്കേജ് നടപ്പാക്കാനേ പോകുന്നില്ല എന്ന കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ നമുക്ക് ബോധ്യമാണ്. തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടനാട് പാക്കേജ് നടപ്പാകുമെന്നാണ്. അതേസമയം കേന്ദ്ര കൃഷിമന്ത്രി പറയുന്നത് കുട്ടനാട് പാക്കേജിന്റെ കാലാവധി 2012 പൂർത്തിയായെന്നും പാക്കേജിനായി അനുവദിച്ചിരിക്കുന്ന തുകയിൽ 3/4 പങ്കും കേന്ദ്ര സർക്കാരിന്റേതാണ്. അതിനാൽ തന്നെ പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമേ നടപ്പാകുമെന്നും അദ്ദേഹം പറഞ്ഞു. PK കൃഷ്ണൻ, A. ശിവരാജൻ, PK ചിത്രഭാനു, അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ്, K. ഗോപിനാഥൻ, മുട്ടാർ ഗോപാലകൃഷ്ണൻ, B. ലാലി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽ കൈനഗിരി പമ്പയാറിന് കുറുകെ പാലം എന്ന പ്രദേശവാസികളുടെ ദീർഘകാല സ്വപ്നം അട്ടിമറിക്കപ്പെടുകയാണെന്ന് കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ. കൈനഗരിയിലെ കോൺഗ്രസ് നേതൃത്വവും കൊടിക്കുന്നിൽ സുരേഷ് MPയും വികസന സമിതികളും ചേർന്ന് ജനങ്ങളെ പൊട്ടൻ കളിപ്പിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട ചാവറച്ചന്റെ ജന്മഗൃഹം എന്നുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് 2009 LDF ഗവൺമെന്റാണ് മുണ്ടക്കൽ പാലത്തിന് 12 കോടി രൂപ അനുവദിച്ചത്. തുടർന്ന് മണ്ണ് പരിശോധനയും പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും സ്ഥലമെടുക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരിച്ചു. എന്നാൽ ഒരു സ്ഥല ഉടമ പിന്മാറിയതാണ് പാലം പണി വൈകാൻ കാരണമായത്. അല്ലാത്തപക്ഷം 2011 തന്നെ പാലം പൂർത്തീകരിക്കുവാൻ സാധിക്കുമായിരുന്നു. തുടർന്ന് വളരെ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് LDF സർക്കാർ പാലത്തിന് ഭരണാനുമതി നൽകിയത്. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുണ്ടക്കൽ പാലം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണ് പഞ്ചായത്ത് കടവിലേക്ക് പാലം മാറ്റണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കളും വികസന സമിതിയിലെ ഒരു വിഭാഗവുമാണ് പാലം ഇപ്പോൾ പഞ്ചായത്ത് കടവിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെടുന്നത്. ഇത് കൈനഗരിയുടെ വികസന സ്വപ്നങ്ങളെ മുളയിലെ നുള്ളുവാനുള്ള ശ്രമമാണെന്നും സുധിമോൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിൽ കൈനഗരിയിലെ പമ്പയാറിന് കുറുകെ പാലം എന്ന് പറയുന്ന സ്വപ്നം തകർക്കപ്പെടാൻ പോവുകയാണ്. വാഴ്ത്തപ്പെട്ട ചാവറയച്ചന്റെ ജന്മഗൃഹം എന്നുള്ള പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് 2009-2010 ബജറ്റിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 12 കോടി രൂപ മുണ്ടക്കൽ പാലത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിലെ 2 കോടി രൂപ 14/7/2009 1044/2009 PWD ഉത്തരവ് പ്രകാരം അനുവദിക്കുകയും ചെയ്തു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണ് പരിശോധനയും പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും സ്ഥലമെടുക്കുന്നതിനടക്കമുള്ള
നടപടികൾ പൂർത്തീകരിച്ചത്. പക്ഷെ ഇപ്പോൾ കൈനഗിരി നടക്കുന്നത് ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് നിങ്ങൾക്ക് കാണാം പഞ്ചായത്ത് കടവിൽ പുതിയ പാലത്തിന് വേണ്ടി റോഡ് മുക്കിൽ പാലത്തിന് വേണ്ടിയുള്ള മണ്ണ് പരിശോധന നടക്കുകയാണ്. അപ്പോൾ മുണ്ടക്കൽ പാലത്തിന് വേണ്ടിയാണോ റോഡ് മുക്കിലെ പാലത്തിന് വേണ്ടിയാണോ കോൺഗ്രസ് നേതൃത്വം പരിശ്രമിക്കുന്നത്? കൊടുക്കുന്നിൽ സുരേഷ് MP ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ഉമ്മൻചാണ്ടി അനുവദിച്ച 15 ലക്ഷം രൂപ വെച്ചാണ് ഇന്ന് മണ്ണ് പരിശോധന നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പുറത്ത് കൊടുക്കുന്നിൽ സുരേഷ് മുണ്ടക്കൽ പാലത്തിന് വേണ്ടിയും ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ പാലത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ കൈനഗിരിയിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ ജനതയെ കുറെ ആളുകൾ ചേർന്ന് വികസന സമിതിയും അല്ലാത്ത സമിതികളും കോൺഗ്രസുകാരും ചേർന്ന് ജനങ്ങളെ വിഡ്ഢിയാക്കി പാലം എന്ന് പറയുന്ന സ്വപ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. ബാർ കോഴക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട BJP നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ടൗൺ ഹാളിന് സമീപത്തു നിന്ന് ആരംഭിച്ചു. മാർച്ചിനെ തുടർന്ന് ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി AG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വെളിയാംകുളം പരമേശ്വരൻ അധ്യക്ഷനായി. ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സംസ്ഥാന വ്യാപകമായി ഇന്ന് ജില്ലാ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണ്. ആ വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ഈ ആരോപണം തെറ്റം തെളിയിക്കാൻ വേണ്ടിയാണ് അവരുടെ അന്വേഷണം എന്ന് നമുക്ക് തോന്നുന്നു. വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അനുസരണയുള്ള യജമാനത്വ ഭക്തിയുള്ള ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വീട്ടിലെ വളർത്തുനായായി കേരളത്തിന്റെ വിജിലൻസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ അനുസരണയുള്ള വളർത്തുനായ്ക്കളെ പോലെ ആണ് വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ രീതി കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, ഗോപകുമാർ, ജയദേവൻ, CA പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. റേഷൻ കടകളുടെ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി നൈനാൻ തോമസ്. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയം തൊഴിലിന് ലക്ഷക്കണക്കിന് രൂപയുടെ മുതൽ മുടക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ ഭീമമായ ലാഭം നേടിക്കൊണ്ടിരിക്കുന്ന റേഷൻ കട ഉടമകൾ ദിവസവും സമരവുമായി രംഗത്ത് വരുന്നത് ജനങ്ങളെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ്. പൂച്ച പാല് കുടിക്കുന്നത് പോലെയാണ് റേഷൻ കടകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പൊതുവിതരണ രംഗത്ത് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഈ സമരം അവസാനിപ്പിക്കുവാൻ റേഷൻ വിതരണം അവശ്യ സർവീസായി പ്രഖ്യാപിച്ച നടപടികൾ എടുക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നും നൈനാൻ തോമസ് പറഞ്ഞു. കേരളത്തിലെ റേഷൻ കട നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിരന്തരം സർക്കാരിനെതിരെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങുന്നത് പ്രതിഷേധാർഹമാണ്. റേഷൻ കട നടത്തുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് കേരള കോൺഗ്രസ് പാർട്ടി ഒരു കാരണവശാലും എതിരല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് കൃത്യമായി ലഭിക്കേണ്ട വിഹിതം കൊടുക്കുവാൻ റേഷൻ കടക്കാർ തയ്യാറാവണം. പല ആളുകളും കടകളിൽ ചെന്ന് ബഹളം വെച്ചാണ് അവർക്ക് കിട്ടേണ്ടതായ റേഷൻ പോലും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. റേഷൻ കട ഒരു കാരണവശാലും നഷ്ടം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കാലങ്ങളായി മുത്തച്ഛൻ്റെയും അവരുടെ പിൻതലമുറക്കാരുടെയും പേരിലുണ്ടായിരുന്ന ലൈസൻസാണ് ഇപ്പോഴും പലരും വെച്ച് കട നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ റേഷൻ കട എന്ന് പറയുന്ന സംരംഭം നഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ റേഷൻ കടക്കാർ അടച്ചിടുവാൻ അല്ലെങ്കിൽ നിർത്തിപ്പോകുവാൻ തയ്യാറാവുന്നില്ല? ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിൽരഹിതരായി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അതുകൊണ്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ട് ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന റേഷൻ കടക്കാർ ഇട്ടിട്ട് പോട്ടെ, ഇവിടുത്തെ ചെറുപ്പക്കാർ ഇതൊക്കെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. കുറിച്ചി സജീവോത്തപുരം കോളനിയിലെ അംഗൻവാടിയിൽ നിർമ്മിച്ച കക്കൂസിന് ടാങ്ക് നിർമ്മിക്കാത്തത് മൂലം കഷ്ടത്തിലായതാകട്ടെ പാവപ്പെട്ട കുരുന്നുകളും. ഒരു റിപ്പോർട്ട്. കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ സജീവോത്തമപുരം കോളനിയിലെ 153-ാം നമ്പർ അംഗൻവാടിയിൽ
2011-12 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൌകര്യ വികസനത്തിനായി അനുവദിച്ച ഫണ്ടിൽ നിന്നാണ് കക്കൂസ് നിർമ്മിച്ചത്. എന്നാൽ കക്കൂസ് ടാങ്ക് നിർമ്മിക്കാതെ പണിതതിനാൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ ഏറെയായിട്ടും ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. 15ഓളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ ഇപ്പോൾ പൊതുസ്ഥലത്താണ് കുട്ടികളുടെ വിസർജ്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാത്രവുമല്ല, അംഗൻവാടിയുടെ പരിസരം കാട് കയറി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട ഈ കുരുന്നുകൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ ശുചിത്വവും ശുചീകരണ ബോധവും ക്യാമറകൾക്ക് മുൻപിൽ വിളമ്പുകയും പിന്നീട് ഇതിന്റെ പേരിൽ തമ്മിലടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭരണാധികാരികൾ ഇതൊന്നും കാണാതെ പോകുന്നത് വരും തലമുറയോടും സമൂഹത്തോടും കാട്ടുന്ന കടുത്ത അനീതിയാണ്. കുറിച്ചി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും ഈ അംഗനവാടിക്കൊരു ബാത്റൂം നിർമ്മിച്ചു കൊടുക്കുകയും അത് നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കുഴി ഇവർ സ്ഥാപിച്ചിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് എന്നല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഈ 6ാം വാർഡിലെ മെമ്പറിന്റെ ഒരു അനാസ്ഥയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ അങ്ങാപ്പുറം ഇങ്ങാപ്പുറം പറമ്പുകളിലാണ് ബാത്റൂമിൽ പോകുന്നത്. ഇവിടെ താഴേക്ക് 360 ദിവസം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്ക് ഒരു ദിവസം 2 സാരി മാറേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ അങ്ങാപ്പുറം മാറിയാണ് ഒരു കൊച്ചപ്പിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഈ കോളനി പ്രദേശത്തോട് കുറിച്ചി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ ഭരണസമിതി കാണിക്കുന്നത്. അതിന് ഞങ്ങൾ BSP പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇതിനൊരു ബാത്റൂം കുഴി ഉണ്ടാക്കുന്നിടം വരെ സമര പരിപാടികൾക്ക് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് പഠിക്കൽ ഒരു ധർണ നടത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട മേലധികാരികൾക്കെല്ലാം തന്നെ ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ കുഴി പറഞ്ഞു കൊടുക്കുക, ഇതിനുവേണ്ടി വേണ്ടവിധ എന്തെങ്കിലും സഹായം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. KCV ന്യൂസ്, ചങ്ങനാശ്ശേരി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നവംബർ 12-13 തീയതികളിലായി ആലപ്പുഴ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജിമ്മി കെ ജോസ് അറിയിച്ചു. റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം ഈ മാസം 12-13 തീയതികളിൽ ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായി നടത്തപ്പെടുകയാണ്. പ്രധാന വേദി ആലപ്പുഴ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളാണ്. 11-ാം തീയതി 10:30 മുതൽ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. 12-ാം തീയതിയാണ് 5 സ്കൂളുകളിലായി ശാസ്ത്രോത്സവം അരങ്ങേറുന്നത്. 13-ാം തീയതിയും ചില ഇനങ്ങളിൽ മത്സരങ്ങളും പ്രദർശനങ്ങളും ഉണ്ടായിരിക്കും. പ്രധാന വേദിയായ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേളയും സാമൂഹ്യശാസ്ത്രമേളയുമാണ് നടക്കുക. സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗണിതമേള നടക്കുക. ആലപ്പുഴ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്രവൃത്തി പരിചയമേള നടക്കും. ഗവൺമെന്റ് മുഹമ്മദൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് IT മേള അരങ്ങേറുന്നത്. 12-ാം തീയതി നടക്കുന്ന ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം G. സുധാകരൻ MLA നിർവഹിക്കും. ആലപ്പുഴ TDHS വെച്ച് പ്രവൃത്തി പരിചയ തത്സമയ നിർമ്മാണ മത്സരവും നടക്കും. 13-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ജനാർദ്ദന ബാബു, ജോയി ആന്റണി, P. സുരേഷ് ബാബു, മുഹമ്മദ് ഫൈസൽ, മനു എന്നിവർ പങ്കെടുത്തു. തൊഴിലുടമകളുടെ വിഹിതം സംസ്ഥാന സർക്കാർ അടയ്ക്കാത്തതിനെ തുടർന്ന് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ നിലച്ചു. തൊഴിലാളികളുടെ വിഹിതം അടച്ചിട്ടും സർക്കാർ വിഹിതം നൽകാത്തതിനെ തുടർന്നാണ് പെൻഷൻ മുടങ്ങിയത്. സ്കാറ്റേഡ് വിഭാഗത്തിലുള്ള തൊഴിലാളികളുടെ പെൻഷനാണ് നിലച്ചത്. തൊഴിലുടമ വിഹിതം സർക്കാർ അടയ്ക്കേണ്ട വിഭാഗമാണിത്. 39,500 പേരാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇതിനിടെ ചുമട്ടുതൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് നൽകിയിരുന്ന ഹൌസിംഗ് ലോണും ഫണ്ടില്ലാത്തതിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാർ ഗ്രാന്റ് നൽകാത്ത സാഹചര്യത്തിൽ പെൻഷൻ വിതരണം നിർത്തിവെക്കുവാൻ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ ഗ്രാന്റ് ലഭിച്ചാൽ മാത്രമേ പെൻഷൻ വിതരണം പുനരാരംഭിക്കുവാൻ സാധിക്കൂ. ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാത്ത തൊഴിലാളികളെയാണ് സ്കാറ്റേഡ് വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട തൊഴിലാളിയാണെങ്കിൽ തൊഴിലുടമയാണ് പെൻഷൻ ഫണ്ടിലേക്ക് ഒരു വിഹിതം അടയ്ക്കേണ്ടത്. ചുമട്ടുതൊഴിലാളികൾ അടക്കമുള്ളവർക്ക് തൊഴിലുടമ വിഹിതം സർക്കാർ ഗ്രാന്റായി നൽകുകയാണ് പതിവ്. തൊഴിലാളികൾ അവരുടെ വിഹിതം കൃത്യമായി ബോർഡിലേക്ക് അടച്ചതുമാണ്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണമെന്നും ബോർഡിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട ചുമട്ടുതൊഴിലാളി സംഘടനകൾ നിരന്തര പ്രക്ഷോഭത്തിലാണ്. എന്നാൽ ബോർഡിന് നൽകാൻ UDF സർക്കാർ ഫണ്ടൊന്നും നീക്കിവച്ചിരുന്നില്ല.
ഹൌസിംഗ് ലോണിന് അപേക്ഷിച്ച തൊഴിലാളികളോട് തൽക്കാലം ലോൺ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ലോൺ നൽകുന്നത് നിർത്താൻ ഔദ്യോഗികമായ നിർദ്ദേശമൊന്നും തന്നെ ബോർഡിൽ ലഭിച്ചിട്ടില്ല. തൽക്കാലം ലോൺ നൽകാതെ നീട്ടിക്കൊണ്ടുപോകുവാനാണ് നിർദ്ദേശം. 3 ലക്ഷം രൂപയായിരുന്ന ഹൌസിംഗ് ലോൺ 6 ലക്ഷമായി ഉയർത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ലോൺ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. 1996, 2001 വർഷം കെ നായനാർ മന്ത്രിസഭ 50 ലക്ഷം രൂപ ചുവട്ടുതൊഴിലാളികളുടെ പെൻഷൻ ഫണ്ടിലേക്ക് ഗ്രാന്റായി നൽകിയിരുന്നു. മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ച കേരള സർക്കാരിനെ അഭിനന്ദിച്ചു. പുളിങ്ങുന്ന അമ്പനാപ്പള്ളി കേരള പുലയർ മഹാസഭ പൊതുയോഗമാണ് അഭിനന്ദിച്ചത്. പി മണിയൻ, VT സന്തോഷ് കുമാർ, ജയസുധ, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. 35ാമത് മന്നം ട്രോഫി സംസ്ഥാന കലാകായികമേള നവംബർ 15 മുതൽ 18 വരെ പെരുന്ന NSS ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് മന്നം ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഹരികുമാർ കോയിക്കൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള NSS വിദ്യാലയങ്ങളിൽ നിന്ന് നഴ്സറി തലം മുതൽ +2, TTC തലം വരെ പഠിക്കുന്ന 3500-ൽ പരം കലാകായിക പ്രതിഭകൾ 4 ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും. 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30 പ്രൊഫസർ KV ഹരീന്ദ്രനാഥൻ നായർ പതാക ഉയർത്തുന്നതോടെ കലാകായിക മേള ആരംഭിക്കും. ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ സമാധി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭദ്രദീപ ഘോഷയാത്രയ്ക്ക് NSS ജനറൽ സെക്രട്ടറി ഭദ്രദീപം തെളിയിക്കും. തുടർന്ന് NSS കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കലാകായിക മേളയുടെ ഉദ്ഘാടനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാന കലാകായിക മേള നവംബർ 15 മുതൽ 18 വരെ പെരുന്ന NSS ബോയ്സ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ NSS ഫുട്ബോളിന്റെ ഗ്രൗണ്ടിൽ, ഓഡിറ്റോറിയത്തിലും ഒക്കെയായി ഭാരതദേശം ബന്ധപ്പെട്ടതാകുന്ന നാമധേയത്തില് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഴുവൻ സ്കൂളിലെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നഴ്സറി വിഭാഗം മുതൽ +2 വിഭാഗം വരെ TTC വിഭാഗം വരെ പങ്കെടുക്കുന്ന ഏതാണ്ട് 3500 തരം കലാകായിക പ്രതിഭകൾ പങ്കെടുക്കുന്ന സംസ്ഥാന കലോത്സവം. ഈ വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മന്നം ശതാബ്ദി നായർ സർവീസ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങൾ
നടക്കുമ്പോഴാണ് 35ാമത് മന്ന ട്രോഫി ഒരുമിച്ച് നടക്കുന്ന സാഹചര്യം തുടരുന്നത്. സംസ്ഥാന വ്യാപകമായി ശതാബ്ദി ആഘോഷങ്ങളുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 35ാമത് മന്ന ട്രോഫി സംസ്ഥാന കലാകായിക കഴിഞ്ഞിരിക്കുകയാണ്. നവംബർ 15-ാം തീയതി കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം 10:30 ഭാരതകേസരി മന്നത്തുപത്മനാഭന്റെ സമാധി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ ഘോഷയാത്ര അഭിനന്ദനായ ജി സുകുമാരൻ സാർ ഭദ്രദീപം തോന്നി ആരംഭിക്കുന്നു. 10:45 കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കലാകായികമേളയുടെ ഉദ്ഘാടനം. NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിക്കും. ഞായറാഴ്ച ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ IAS കലാമത്സരങ്ങളുടെ സമ്മാനദാനം നിർവഹിക്കും. 17-ാം തീയതി നടക്കുന്ന കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് MP നിർവഹിക്കും. 18-ാം തീയതി 4:30 നടക്കുന്ന സമാപന സമ്മേളനം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഉഷ ഗോപിനാഥ്, ഹരീന്ദ്രനാഥ്, വിനോദ് കുമാർ, ഹരികുമാർ, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CPM കൈനഗരി സൗത്ത് കോൺഫറൻസ് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കും. ചൊവ്വാഴ്ച രാവിലെ 10-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും. കാളാശ്ശേരി ഓഡിറ്റോറിയത്തിലും പഞ്ചായത്ത് കടവിലുമായാണ് പരിപാടി നടക്കുക. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 50-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നവംബർ 12-ന് ആലപ്പുഴ ജില്ലയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പ്രവർത്തിക്കില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മൂലയിൽ C ദിലീപ് അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 50-ാമത് സുവർണ ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നവംബർ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള തീയതികളിൽ വിവിധ സെമിനാറുകളും വാർത്താ സമ്മേളനങ്ങളും പഠന ക്ലാസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മേളനമാണ് നടക്കുന്നത്. ഇന്ന് 10-ാം തീയതിയാണ് ഈ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. 12-ാം തീയതി 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനവും പൊതുസമ്മേളനവും എല്ലാം ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുകളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 2006-ൽ പാർലമെന്റ് പാസാക്കിയ FSS-SA നിയമത്തിന്റെ അപാകതകൾ പരിഹരിക്കുക, അമിതമായ വൈദ്യുതി നിരക്ക് പിൻവലിക്കുക, വർദ്ധിപ്പിച്ച വെള്ളക്കരം, സെയിൽ ടാക്സ്, ലേബർ ടാക്സ് തുടങ്ങിയ നികുതികൾ കുറവ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായി ആവശ്യപ്പെടും. വാർത്താ സമ്മേളനത്തിൽ SN നസീർ, V മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. AG തങ്കപ്പന്റെ 33-ാമത് രക്തസാക്ഷി ദിനാചരണം നടന്നു. പ്രവർത്തകർ പ്രകടനമായി എത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. മങ്കൊമ്പ് ജംഗ്ഷന് സമീപം നടന്ന അനുസ്മരണ യോഗം CPIM ഏരിയ സെക്രട്ടറി KR ഭഗീരഥൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കായലുണ്ടായ പാടമുണ്ടായ കാലം മുതൽ കർഷക തൊഴിലാളികൾ പണിയെടുത്ത് അവർ വിയർപ്പൊഴുക്കി അവരധ്വാനിച്ച് അവർ പൊന്നുവിളയിച്ച് അത് കൊയ്തുകൂടി കഴിയുമ്പോൾ അത് മെതിച്ച് അത് നെൽമണികളായി മാറ്റുവാൻ വേണ്ടി കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരുന്ന കർഷക തൊഴിലാളികൾ എന്നത്തെയും പോലെ ആ പാടത്ത് കൊയ്യുകയും കട്ടിയെടുത്ത് വെക്കുവാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇവിടെ കറ്റ വെക്കേണ്ട, ഞാൻ പറയുന്ന ഇടത്ത് കറ്റ കൊണ്ട് വെക്കണം എന്ന പിടിവാശിയിലേക്ക് സ്വാമിമാർ മാറിയത്. അപ്പോഴാണ് അത് സാധ്യമല്ല, സാധാരണ ചെയ്യുന്നത് പോലെ അപ്പോൾ അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വലിയ എന്താ പറയുക കർഷക തൊഴിലാളികളെ അല്ലെങ്കിൽ അവരുടെ അവകാശത്തെ നിഷേധിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സ്വാമിമാർ ചിന്തിക്കുകയും അന്നത്തെ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിലെയും പട്ടാളത്തെയും എല്ലാം ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ AD കുഞ്ഞച്ചൻ, G പ്രഹ്ലാദൻ, PJ കുട്ടപ്പായി എന്നിവർ സംസാരിച്ചു.
കേരള കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് ഡോക്ടർ കെ.സി. ജോസഫ്. UDFന്റെ നയപരമായ തീരുമാനങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ മന്ത്രി KM മാണിയെയും കേരള കോൺഗ്രസിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള മദ്യ ലോബിയുടെ ഗൂഢാലോചന നിയമപരമായും രാഷ്ട്രീയപരവുമായി നേരിടുമെന്ന് കെ.സി. പറഞ്ഞു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തോമസ് ജോസഫ് ഇല്ലിക്കൽ, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ജോസഫ് കെ. നെല്ലുവേലി, ജോസ് കോയിപ്പള്ളി, അഡ്വക്കേറ്റ് ഷിബു മണല, കെ.സി. ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച ആധാരമെഴുത്ത് ഓഫീസുകൾ അടച്ചിടുമെന്ന് ഭാരവാഹികൾ. ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് അവധി. മങ്കൊമ്പ്, തെക്കേക്കര, പുളിങ്ങുന്ന് യൂണിറ്റുകളിലെ ഓഫീസുകളാണ് അടച്ചിടുന്നത്. ബുധനാഴ്ച ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തുമെന്നും അസോസിയേഷൻ അറിയിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത പിതൃവേദി മാതൃജ്യോതിസ് ബൈബിൾ കലോത്സവത്തിൽ മണലാടി പിതൃവേദി യൂണിറ്റ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഫാദർ ബെന്നി കായംകുളത്തുശ്ശേരി നേതൃത്വം നൽകി. ബെന്നിച്ചൻ കളത്തിൽ, സാജൻ തുണ്ടിയിൽ, സജി, ജെൻഡൻ മടത്തശ്ശേരി, അന്തോനിച്ചൻ ചിറയിൽ തുടങ്ങിയവർ മത്സരത്തിൽ വിജയികളായി. ചരമവാർത്തകൾ. കാവാലം കിഴക്കേ ചേന്നങ്കരി ചെങ്ങളത്തിൽ ദേവകിയമ്മ 96 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. തലവടി ചക്കുളത്തുകാവ് പെരിഞ്ചേരി പറമ്പിൽ കുട്ടിയമ്മ 85 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10-ന് വീട്ടുവളപ്പിൽ. കാവാലം വടക്കും ഭാഗം കായൽത്തുരുത്തിൽ കോമളൻ 64 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 10:30-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ജലരേഖയായ പാക്കേജ്. കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി. പുരുഷോത്തമൻ. പണി തുടങ്ങും മുമ്പേ പാലം വലി. കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിൽ കൈനഗിരി പമ്പയാറിന് കുറുകെയുള്ള പാലം എന്ന സ്വപ്നം അട്ടിമറിക്കപ്പെട്ടുവെന്ന് കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ. നേരറിയാൻ CBI. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പൂച്ച പാല് കുടിക്കുന്നത് പോലെയാണ് റേഷൻ കടകളുടെ പ്രവർത്തനം. റേഷൻ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് കേരള കോൺഗ്രസ് നേതാവ് നൈനാൻ തോമസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.